ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത വാല്യം 1 അധ്യായം 4. ഒരു സ്തോത്രഗീതത്തോടെ അന്ന അമ്മയായി എന്നറിയിക്കുന്നു. 1944 ഓഗസ്റ്റ് 24. യോവാക്കിമിൻ്റെയും അന്നയുടെയും വീട് ഞാൻ വീണ്ടും കാണുന്നു. അകത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു കാര്യം മാത്രം, പൂക്കളുള്ള വൃക്ഷച്ചില്ലകൾ അവിടെവിടെയായി ജഗ്ഗുകളിൽ വച്ചിരിക്കുന്നു. വൃക്ഷത്തോട്ടം ആകെ പൂത്തിട്ടുണ്ട്. അവ വെട്ടി ശരിപ്പെടുത്തുന്നതിൻ്റെ ഫലമായി ധാരാളം പൂക്കൾ ലഭിക്കുന്നു. വിരിഞ്ഞ പൂക്കൾ വെള്ളയിൽ ആരംഭിച്ച് പവിഴച്ചെമപ്പിൽ അവസാനിക്കുന്ന മേഘം പോലെയുണ്ട്. അന്നയുടെ ജോലിയും വ്യത്യസ്തമാണ്. അവൾ 2 തറികളുള്ളതിനാൽ ചെറുതിന്മേൽ നല്ല നേർമയുള്ള തുണി നെയ്യുകയും പാടുകയും ചെയ്യുന്നു. പാട്ടിൻ്റെ രാഗത്തിനൊപ്പം പാദങ്ങൾ ചലിപ്പിച്ച് പുഞ്ചിരി തൂകി നെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ നേരെയാണ് പുഞ്ചിരി? തൻ്റെ നേർക്ക് തന്നെ. തൻ്റെ ഉള്ളിലുള്ള എന്തിനെയോ, ഉണ്ടെന്ന് തനിക്കറിയാവുന്ന എന്തിനെയോ കുറിച്ചാണ് പുഞ്ചിരി തൂകുന്നത്. സാവധാനത്തിലും എന്നാൽ സന്തോഷരാഗത്തിലുമുള്ള ആ പാട്ട് ഞാൻ വേറെ എഴുതി വച്ചിട്ടുണ്ട്. എനിക്ക് അത് പഠിക്കാൻ. കാരണം അവൾ അത് അനേകം തവണ ആവർത്തിച്ചു പാടുന്നു. അതിൽ അവൾ സന്തോഷിക്കുന്നു. അവൾ അത് കൂടുതൽ കൂടുതൽ ഉച്ചത്തിലും ദൃഢമായും പാടുന്നു. ചില ആളുകൾ തങ്ങളുടെ മനസ്സിൽ ഒരു രാഗം വരുമ്പോൾ ആദ്യം അത് വളരെ താഴ്ന്ന സ്വരത്തിലും നിശ്ചയമായി കഴിയുമ്പോൾ ഉച്ചത്തിലും വേഗത്തിലും പാടുന്നത് പോലെ സാവകാശത്തിലുള്ളതും എന്നാൽ സന്തോഷം ഉളവാക്കുന്നതുമായ ആ ഗീതം ഇതാണ്. അവൻ്റെ ഉന്നതമായ കൃപാവരം സ്വർഗത്തിൽ നിന്ന് എന്നെ സന്ദർശിച്ചിരിക്കുന്നു. പഴയ വൃക്ഷം ഒരു പുതിയ ശാഖയെ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഞാൻ അനുഗ്രഹീതയാണ്. ദീപങ്ങളുടെ തിരുനാളിൽ പ്രത്യാശ വിത്തു വിതച്ചു. നിസാന്റെ സുഗന്ധം അത് കിളിർക്കുന്നത് കാണുന്നു. ബദാമരം വസന്തത്തിൽ പൂത്തു നിൽക്കുന്നത് പോലെ എൻ്റെ ശരീരം അലങ്കൃതമായിരിക്കുന്നു. സന്ധ്യയ്ക്ക് അവൾ ഫലം വഹിക്കുന്നവളാണെന്ന് മനസ്സിലാക്കുന്നു. ആ ശിഖിരത്തിൽ ഒരു റോസാ പുഷ്പമുണ്ട്. വളരെ മധുരമുള്ള ഒരു ആപ്പിൾ പഴമുണ്ട്. ഒരു പ്രകാശമുള്ള നക്ഷത്രമുണ്ട്. നിർമ്മലതയുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട്. അതാണ് വീടിൻ്റെ സന്തോഷം. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും എൻ്റെ മേൽ കരുണ തോന്നിയ കർത്താവായ ദൈവത്തിന് സ്തുതിയുണ്ടാകട്ടെ. അവൻ്റെ പ്രകാശം എന്നോട് പറഞ്ഞു, ഒരു നക്ഷത്രം നിന്റെ പക്കലേക്ക് വരും. മഹത്വം, മഹത്വം. ഈ വൃക്ഷത്തിൻ്റെ ഫലം നിൻ്റേതായിരിക്കും, ആദ്യത്തേതും അവസാനത്തേതും. ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ട് പരിശുദ്ധവും നിർമ്മലവും. അത് നിൻ്റേതായിരിക്കും. സമാധാനവും സന്തോഷവും ഭൂമിയിലുണ്ടാകട്ടെ. തറികളെ പറന്ന് നീങ്ങുക. കുഞ്ഞിൻ്റെ ഉടുപ്പിനുള്ള തുണിക്ക് നൂലുറപ്പിക്കുക. കുഞ്ഞു ജനിക്കുവാൻ പോകുന്നു. ഹോസാന പാടിക്കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ സംഗീതം ദൈവസന്നിധിയിലേക്ക് വരട്ടെ. 4-ാം പ്രാവശ്യം പാട്ട് ആവർത്തിച്ച് പാടാൻ ഒരുങ്ങിയ സമയത്ത് യോവാക്കിം വരുന്നു. നിനക്ക് സന്തോഷമാണോ അന്നേ? നിന്നെ കണ്ടിട്ട് വസന്തത്തിലെ ഒരു പക്ഷിയെപ്പോലെയുണ്ട്. ഏത് പാട്ടാണ് അത്? ആരും അത് പാടി ഞാൻ കേട്ടിട്ടില്ല. അത് എവിടെ നിന്ന് കിട്ടിയ പാട്ടാണ്? എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പാട്ടാണ്. അന്ന എഴുന്നേറ്റു പുഞ്ചിരി തൂകിക്കൊണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ എക്കാലത്തെയുംകാൾ സുന്ദരിയും ചെറുപ്പവുമായി കാണപ്പെടുന്നു. നീ ഒരു കവയിത്രിയാണെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ട് യോവാക്കിം പറയുന്നു. അവർ പ്രായമുള്ള ദമ്പതികളാണെന്ന് തോന്നുകയില്ല. അവരുടെ നോട്ടത്തിൽ യുവദമ്പതികളുടെ വാത്സല്യമാണുള്ളത്. ഞാൻ തോട്ടത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നും വരുമ്പോഴാണ് നിന്റെ സംഗീതം കേൾക്കുന്നത്. വർഷങ്ങളായി നിന്റെ സ്വരം ഞാൻ കേട്ടിട്ടില്ലല്ലോ. പ്രണയത്തിലായിരിക്കുന്ന അരിപ്രാവിൻ്റെ കൂജനം. എനിക്ക് വേണ്ടി ആ പാട്ട് ഒന്ന് ആവർത്തിക്കുന്നതിന് പ്രയാസമുണ്ടോ? എന്നോട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ അത് പാടും. ഇസ്രായേലിൻ്റെ മക്കൾ തങ്ങളുടെ പ്രതീക്ഷകൾ, സന്തോഷങ്ങൾ, വേദനകൾ എല്ലാം സംഗീതത്തിന് വിട്ടുകൊടുക്കുകയാണ് എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത്. ഒരു വലിയ സന്തോഷം എന്നെ തന്നെയും അങ്ങയെയും അറിയിക്കുക എന്ന ജോലി ഞാൻ പാട്ടിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതെ, എന്നോട് തന്നെ പറയുന്നതിനും
കാരണം ഇപ്പോൾ അത് എനിക്ക് ഉറപ്പായെങ്കിലും അത് നേരായിരിക്കില്ല എന്ന് തോന്നത്തക്ക വിധം അത്ര വലുതാണത്. അവൾ വീണ്ടും പാട്ട് തുടങ്ങുന്നു. എന്നാൽ ആ ശിഖരത്തിന്മേൽ ഒരു റോസുണ്ട്, വളരെ മാധുര്യമുള്ള ഒരാപ്പിളുണ്ട്, ഒരു നക്ഷത്രം എന്ന ഭാഗം വന്നപ്പോൾ നല്ല രാഗത്തിൽ പാടിക്കൊണ്ടിരുന്ന മുഴക്കമുള്ള അവളുടെ ശബ്ദം വിറയ്ക്കാനും നിലയ്ക്കാനും തുടങ്ങി. സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട് അവൾ യോവാക്കീമിനെ നോക്കി. കൈകൾ ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞാനൊരമ്മയാണ്, എൻ്റെ പ്രിയനെ, ഞാനൊരമ്മയാണ്. അവൾ അവൻ്റെ ഹൃദയത്തിൽ അഭയം പ്രാപിക്കുന്നു. യോവാക്കീം നീട്ടിയ കരങ്ങളിൽ അവളെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും പരിശുദ്ധവും ആനന്ദപ്രദവുമായ ആശ്ലേഷം, പരിശുദ്ധവും പരിശുദ്ധിയിൽ തീക്ഷ്ണവുമായ ആശ്ലേഷം. മാധുര്യമേറിയ ഒരു ആരോപണം അന്നയുടെ നരച്ച മുടിക്ക് മീതെ കൂടി. എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. തീർച്ചയാകട്ടെ എന്ന് കരുതിയാണ്. ഇത്രയും വയസ്സായ ഞാൻ ഒരമ്മയാണെന്നറിയുക, അത് നേരായിരിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് തന്നെ കഴിഞ്ഞില്ല. ഏറ്റവും കൈപ്പേറിയ ഒരു നിരാശ നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കഴിഞ്ഞ ഡിസംബർ അവസാനം മുതൽ എൻ്റെ ഉദരം പുതുമയാർന്നതായി എനിക്ക് തോന്നി. ഞാൻ പറയുന്നത് പോലെ ഒരു പുതിയ ശാഖ അതിൽ പൊട്ടിവിടരുന്നതായും മനസ്സിലായി. എന്നാൽ ഇപ്പോൾ ആ ശാഖയിൽ കായ് പിടിച്ചു എന്നത് തീർച്ചയാണ്. നോക്കൂ, ആ തുണിനൂൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ളതാണ്. ഒക്ടോബറിൽ ജെറുസലേമിൽ നിന്ന് വാങ്ങിയ നൂലല്ലേ? അതെ, കാത്തിരിക്കുമ്പോൾ ഞാനത് നൂൽക്കുന്നു, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രതീക്ഷയുള്ളവളായിരുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിലായിരുന്ന അവസാന ദിവസം ഒരു സംഭവമുണ്ടായി. ഒരു സ്ത്രീക്ക് ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്രമാത്രം അടുത്ത് പോകാമോ അത്രയും അടുത്ത് പോയി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നേരം സന്ധ്യയായി. സ്വല്പം കൂടി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ? കൃപാവരം ലഭിക്കാതെ അവിടം വിട്ടു പോരുവാൻ എനിക്ക് കഴിഞ്ഞില്ല. വർദ്ധിച്ചു വന്ന ഇരുട്ടിൽ ഞാനൊരു പ്രകാശം കണ്ടു. വിശുദ്ധ സ്ഥലത്ത് നിന്നായിരുന്നു അത്. സർവ്വവ്യാപിയായ ദൈവത്തിൽ നിന്ന് സമ്മതം വാങ്ങാൻ എൻ്റെ സർവ്വശ്രദ്ധയോടും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രകാശം, ഒരു മനോഹരമായ തീപ്പൊരി പുറപ്പെടുന്നത് കണ്ടു. ചന്ദ്രനെ പോലുള്ള ധാവള്യം. അതേസമയം ഭൂമിയിലെങ്ങുമുള്ള എല്ലാ രത്നങ്ങളുടെയും മുത്തുകളുടെയും പ്രകാശം ഒരുമിച്ച് കൂടുന്ന പ്രഭ. തിരശീലയിലെ വിലപിടിച്ച ഒരു നക്ഷത്രം. കെരൂബിൻ്റെ പാദത്തിന് കീഴിലുള്ള നക്ഷത്രങ്ങളിലൊന്ന് അവിടെ നിന്നിളകി സ്വഭാവാതീതമായ ഒരു പ്രകാശത്താൽ പ്രശോഭിതമായി. തിരശീലയുടെ അങ്ങേ വശത്ത് നിന്ന്, ദൈവമഹത്വത്തിൽ നിന്നു തന്നെ, ഒരഗ്നി പുറപ്പെട്ട് എൻ്റെ നേരെ വേഗത്തിൽ വന്നു. വായുവിലൂടെ കടന്നു വരുമ്പോൾ അത് പാടുന്നുണ്ടായിരുന്നു. സ്വർഗീയമായ സ്വരത്തിൽ അത് പാടുന്നുണ്ടായിരുന്നു, നീ ചോദിച്ചത് നിന്നിലേക്ക് വരട്ടെ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പാടുന്നത്. ഒരു നക്ഷത്രം നിന്നിലേക്ക് വരും. ദേവാലയത്തിലെ ഒരു നക്ഷത്രമായി സ്വയം വെളിപ്പെടുത്തുന്ന ഈ ശിശു എന്തായിത്തീരും? പ്രകാശത്തിൻ്റെ ആ പെരുന്നാളിൽ അത് പറയുന്നു, ഞാനാണ് എന്ന്. നിങ്ങൾ മുൻകൂട്ടി ഇത് ശരിയായിട്ട് കണ്ടില്ലേ? അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ ഒരു പുതിയ എൽക്കാനയുടെ അന്നയായിരിക്കുമെന്ന്. എൻ്റെ ഉദരത്തിൽ നിന്ന് ഒഴുകുന്ന ജലത്തിൻ്റേതുപോലെ മാധുര്യമേറിയ രാഗത്തിൽ എന്നോട് സംസാരിക്കുന്ന, കയ്യിലിരിക്കുന്ന മണിപ്രാവിൻ്റെ ചങ്ക് ഇടിക്കുന്നത് പോലെ തൻ്റെ ചെറിയ ചങ്ക് ആവർത്തിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കുഞ്ഞിന് എങ്ങനെ നമ്മൾ പേര് നൽകും? ആൺകുട്ടിയാണെങ്കിൽ അവനെ സാമുവൽ എന്ന് വിളിക്കാം, പെൺകുട്ടിയാണെങ്കിൽ നക്ഷത്രം. നിന്റെ പാട്ട് നിന്നുപോയ ആ വാക്ക് ഞാൻ ഒരു പിതാവാണ് എന്ന സന്തോഷം അറിയിക്കുവാൻ നിന്റെ പാട്ട് നിർത്തിയ ആ വാക്ക്, ദേവാലയത്തിൻ്റെ തണലിൽ സ്വയം വെളിപ്പെടുത്തുവാൻ അത് സ്വീകരിച്ച രൂപം. നക്ഷത്രം, നമ്മുടെ നക്ഷത്രം. കാരണം എന്തുകൊണ്ടോ എന്നറിഞ്ഞുകൂടാ, അതൊരു പെൺകുട്ടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതുപോലെ മാധുര്യമേറിയ സ്നേഹപ്രകടനങ്ങൾ എത്രയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ ഒരു പെൺകുട്ടിയിൽ നിന്ന് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്നാണ്.
കാരണം അവളെ ഞാൻ വഹിക്കുന്നില്ല. അതിനാൽ എനിക്കൊരു വേദനയുമില്ല. നീലിമയാർന്ന ഒരു പുഷ്പവീഥിയിലൂടെ അവളാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഭൂമി വളരെ അകലുന്നത് പോലെയും പരിശുദ്ധരായ ദേവദൂതന്മാർ എന്നെ താങ്ങുന്നത് പോലെയും. ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും വളരെ വേദനാജനകമാണെന്ന് സ്ത്രീകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു വേദനയും ഇല്ല. അങ്ങകലെ എൻ്റെ യൗവനത്തിൽ എൻ്റെ കന്യാത്വം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച ആ നാളുകളിലേക്കാൾ ഉന്മേഷവും യുവത്വവും ശക്തിയും എനിക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ പുത്രി, കാരണം വന്ധ്യമായ ഒരു കുറ്റിയിൽ നിന്നും പൊട്ടിവിടർന്ന ഈ കുഞ്ഞ് നമ്മുടേതെന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തിൻ്റേതാണ്. അവൾ അവളുടെ അമ്മയ്ക്ക് യാതൊരുവിധ വേദനകളും ഉളവാക്കുന്നില്ല. അവൾ അവളുടെ പിതാവായ ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നാൽ അവളെ മേരി എന്ന് നമുക്ക് വിളിക്കാം. നമ്മുടെ സമുദ്രത്തിൻ്റെ നക്ഷത്രം, മുത്ത്, സന്തോഷം, ഇസ്രായേലിലെ ആദ്യത്തെ പ്രസിദ്ധിയാർന്ന സ്ത്രീയുടെ നാമം. എന്നാൽ ഇവൾ കർത്താവിനെതിരായി ഒരിക്കലും പാപം ചെയ്യുകയില്ല. അവളുടെ ഗാനങ്ങൾ കർത്താവിന് മാത്രമേ അവൾ നൽകുകയുള്ളൂ. കാരണം അവൾ അവന് സമർപ്പിക്കപ്പെട്ടവളാണ്, ജനിക്കുന്നതിന് മുമ്പ് അർപ്പിക്കപ്പെട്ട ബലിവസ്തു. അതെ, അവൾ കർത്താവിന് അർപ്പിക്കപ്പെട്ടവളാണ്. ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, 3 വർഷം അതിനെ കണ്ട് സന്തോഷിച്ച ശേഷം അതിനെ കർത്താവിന് നൽകാം. ദൈവമഹത്വത്തിനായി അവളോടൊപ്പം നമ്മെയും ബലിവസ്തുക്കളായി നൽകാം. വേറൊന്നും ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. ഈശോ പറയുന്നു, ജ്ഞാനം രാത്രിയിൽ സ്വപ്നങ്ങൾ വഴി അവരെ പ്രകാശിപ്പിച്ച ശേഷം താണിറങ്ങി. ദൈവശക്തിയുടെ നിശ്വാസം, ദൈവമഹത്വത്തിൻ്റെ പരിശുദ്ധമായ പ്രസരണം വന്ധ്യയായവൾക്ക് വചനമായി തീർന്നു. രക്ഷാകർമ്മത്തിന് സമയമടുത്തുവെന്ന് കണ്ട സർവശക്തൻ അത് ചെയ്തു. ഞാൻ ക്രിസ്തു, അന്നയുടെ പൗത്രൻ, ഏതാണ്ട് 50 വർഷത്തിന് ശേഷം വന്ധ്യത, രോഗം, പിശാചുബാധ മുതലായ കാരണങ്ങളാൽ പീഡിതരാകുന്ന സ്ത്രീകൾക്കും ലോകത്തിലെ എല്ലാ ദുരിതങ്ങൾക്കും ആശ്വാസത്തിനായി വചനത്താൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇതേസമയം ഒരമ്മയെ ലഭിക്കുന്ന സന്തോഷത്താൽ ദേവാലയത്തിൻ്റെ തണലിൽ ഞാൻ നിഗൂഢമായ ഒരു വാക്കു മന്ത്രിക്കുന്നു. ദൈവാലയമാണല്ലോ ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. ഈ ദേവാലയം അതിൻ്റെ ആയുസ്സിൻ്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്നു. കാരണം പുതിയതും യഥാർത്ഥത്തിലുള്ളതുമായ ഒരു ദൈവാലയം ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്നു. അത് ഒരു ജനത്തിൻ്റെ മാത്രം പ്രതീക്ഷയായിരിക്കുകയില്ല. പിന്നെയോ ലോകത്തിലെ സകല ജനങ്ങൾക്കും പറുദീസ തീർച്ചയായും നൽകുന്നതും അനേകം ശതവർഷങ്ങൾ പിന്നിട്ട് ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമായിരിക്കും. വന്ധ്യമായിരുന്നതിനെ ഫലപുഷ്ടിയുള്ളതാക്കുക എന്ന അത്ഭുതം പ്രവർത്തിക്കുന്നത് ഈ വചനമാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരമ്മയെ നൽകുക എന്ന അത്ഭുതവും. 2 വിശുദ്ധാത്മാക്കളിൽ നിന്ന് ജനിച്ചതിനാൽ സ്വാഭാവികമായും നല്ല ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൾ ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു. മറ്റു പലർക്കും ഉള്ളതുപോലെ ഒരു നല്ല ആത്മാവ് മാത്രമല്ല ഉണ്ടായിരുന്നത്. അവളുടെ നന്മനസ്സുകൊണ്ട് നന്മയിലുള്ള അനുസൃതമായ വളർച്ച മാത്രമല്ല ഉണ്ടായിരുന്നത്. നിർമ്മലമായ ഒരു ശരീരം മാത്രമല്ല ഉണ്ടായിരുന്നത്. പിന്നെയോ ജന്മപാപരഹിതമായ ഒരാത്മാവുമുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് നിരന്തരമായി ആത്മാക്കൾ ജനിക്കുന്നത് നീ കണ്ടിട്ടുണ്ടല്ലോ. ഈ ആത്മാവിൻ്റെ സൗന്ദര്യം എന്തായിരുന്നിരിക്കണം എന്ന് നീ ചിന്തിച്ചു നോക്കൂ. സമയം ഉണ്ടാകുന്നതിന് മുമ്പ് പിതാവ് വാത്സല്യപൂർവ്വം അതിനെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആനന്ദമായിരുന്നു. പരിശുദ്ധ ത്രിത്വം അതിൻ്റെ എല്ലാ ദാനങ്ങളും കൊണ്ട് അതിനെ അലങ്കരിച്ചു, അതിനെ തനിക്ക് തന്നെ സമ്മാനിക്കാൻ. ഓ, ദൈവം തനിക്ക് വേണ്ടി തന്നെ സൃഷ്ടിച്ച ഏറ്റവും പരിശുദ്ധയായ മേരി, രക്ഷകനെ വഹിക്കുന്നവൾ, നീ ആയിരുന്നു ആദ്യത്തെ രക്ഷ, ജീവിക്കുന്ന പറുദീസ. നീ നിന്റെ പുഞ്ചിരി കൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അമ്മയുടെ ആത്മാവാകാൻ സൃഷ്ടിക്കപ്പെട്ട ആത്മാവ്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സജീവമായ സ്നേഹസ്പന്ദനങ്ങളിൽ നിന്ന് ജീവനുള്ള ഈ അഗ്നിസ്ഫുലിംഗം
ജനിച്ചപ്പോൾ ദേവദൂതന്മാർ സന്തോഷിച്ചു. കാരണം പറുദീസ അന്നുവരെയും ഇതുപോലെ ശോഭയുള്ള ഒരു പ്രകാശം കണ്ടിട്ടില്ലായിരുന്നു. സ്വർഗീയമായ ഒരു റോസാപ്പൂവിൻ്റെ ഇതൾ പോലെ, മൗതികമായ അമൂല്യമായ ഒരു ഇതൾ പോലെ, ഒരേ സമയം അഗ്നി പോലെയും ഒരു രത്നം പോലെയും ദൈവത്തിൻ്റെ നിശ്വാസം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു ശരീരത്തിന് ജീവൻ കൊടുക്കാനായി താണിറങ്ങി. അതിൻ്റെ അവരോഹണം തിന്മയ്ക്ക് അതിനെ മലിനമാക്കാൻ കഴിയാത്ത വിധം അത്ര ശക്തവും തീക്ഷ്ണവുമായിരുന്നു. അത് സ്വർഗങ്ങൾ കടന്നു വന്നു പരിശുദ്ധമായ ഒരു ഉദരത്താൽ ആവൃതമായി. ലോകത്തിന് അതിൻ്റേതായ പുഷ്പം വിരിഞ്ഞു. എന്നാൽ നിത്യതയിലേക്ക് വിരിഞ്ഞ സത്യമായ അതുല്യമായ ഈ പുഷ്പത്തെ ഇനിയും ലോകം അറിഞ്ഞില്ല. ലില്ലിയും റോസും സുഗന്ധവാഹിനികളായ വയലറ്റും മുല്ലയും ഹെലിയാന്തസും സൈക്ലാമാനും ഇവ ഒരുമിച്ച് ചേർന്നാൽ എന്ന പോലെ അവയോടുകൂടെ ലോകത്തിലുള്ള എല്ലാ പുഷ്പങ്ങളും ഒന്നിച്ചു ചേർന്നാൽ എന്നതുപോലെയാണ് മേരി. അവളിൽ എല്ലാ കൃപാവരങ്ങളും എല്ലാ പുണ്യങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ പലസ്തീന ഒരു വലിയ പൂന്തോട്ടം പോലെയാണ്. സുഗന്ധവും നിറങ്ങളും മനുഷ്യഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും സുന്ദരമായ റോസ് ഇപ്പോഴും അറിയപ്പെട്ടിട്ടില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ രഹസ്യതയിൽ അവൾ ദൈവത്തിനായി വിരിയുകയായിരുന്നു. കാരണം ഉത്ഭവം മുതലേ എൻ്റെ അമ്മ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മുന്തിരിവള്ളി വീഞ്ഞുണ്ടാക്കുന്നതിന് അതിൻ്റെ രക്തം കൊടുക്കുകയും അതിൻ്റെ മധുരമുള്ള ശക്തിയേറിയ മണം പരിസരങ്ങളിലും നാസാരന്ധ്രങ്ങളിലും നിറഞ്ഞു കഴിയുകയും ചെയ്യുമ്പോൾ അവൾ ദൈവത്തെ നോക്കി ആദ്യമായി പുഞ്ചിരി തൂകും, പിന്നീട് ലോകത്തെയും. അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരി ഇപ്രകാരമായിരിക്കും പറയുക: ഇതാ, നിങ്ങളുടെ ഇടയിൽ ഒരു മുന്തിരിവള്ളി ഉണ്ടായിരിക്കുന്നു. ഈ വള്ളി നിങ്ങൾക്കൊരു മുന്തിരിക്കുല നൽകും. മുന്തിരിക്കുല ചക്കിൽ വച്ചമർത്തിയെടുക്കുന്ന ചാറ് നിങ്ങളുടെ രോഗങ്ങൾ പൊറുപ്പിക്കുവാനുള്ള നിത്യ ഔഷധമായിരിക്കും. ഞാൻ പറഞ്ഞു, മേരിയെ ഗർഭം ധരിച്ചപ്പോൾ തുടങ്ങി അവൾ സ്നേഹിച്ചു എന്ന്. ആത്മാവിന് പ്രകാശവും ജ്ഞാനവും നൽകുന്നത് എന്താണ്? കൃപാവരം. കൃപാവരത്തെ നീക്കിക്കളയുന്നത് എന്താണ്? പാപം. ഉത്ഭവ പാപവും മാരക പാപവും. അമലോത്ഭവയായ മേരി ഒരിക്കലും ദൈവസ്മരണയില്ലാത്തവളായിരുന്നില്ല. ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ ജ്ഞാനം ഇവ എപ്പോഴും മേരിയുടെ ഓർമ്മയിലുണ്ടായിരുന്നു. അതിനാൽ ജന്മപാപരഹിതമായ അവളുടെ ആത്മാവിനെ പൊതിഞ്ഞ് അവളുടെ മാംസം രൂപം കൊണ്ടപ്പോൾ അവൾക്ക് മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും കഴിവുണ്ടായിരുന്നു. ആ സ്നേഹം അവളുടെ ആത്മാവ് തുടർന്നു കൊണ്ടിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അവളുടെ കന്യാത്വത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ധ്യാനാത്മകമായ അറിവ് നിനക്ക് നൽകാം. നിനക്ക് സ്വർഗീയമായ പാരവശ്യത്തിൻ്റെ ഒരനുഭൂതി ഉണ്ടാകും. നമ്മുടെ നിത്യതയെക്കുറിച്ച് നിനക്ക് ഞാൻ തന്ന അനുഭവം പോലെ. ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന പാപത്തിൻ്റെ കറയില്ലാത്ത സൃഷ്ടിയെ ഗർഭപാത്രത്തിൽ വളർത്തുന്നതിന് ദൈവം ഒരമ്മയ്ക്ക് ശ്രേഷ്ഠമായ ബുദ്ധി നൽകുകയും അവളെ ഒരു പ്രവാചികയാക്കുകയും ചെയ്യുന്നു എന്ന് നീ ചിന്തിക്കുക. അവൾ ഗർഭം ധരിച്ചത് സ്വാഭാവികമായ മാനുഷികമായ വിധത്തിലാണെങ്കിലും പുത്രിയുടെ പ്രവാചികയായ അവൾ തൻ്റെ കുഞ്ഞിനെ ദൈവത്തിൻ്റെ പുത്രി എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ദൈവം നിശ്ചയിച്ച വിധം നിഷ്കളങ്കരായ മാതാപിതാക്കളിൽ നിന്ന് നിഷ്കളങ്കരായ കുട്ടികൾ ജനിക്കുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നും ചിന്തിക്കുക. മനുഷ്യ, നീ അതിമാനുഷ്യനാകാനാണ് പുറപ്പാട് എന്ന് പറയുന്നു. എന്നാൽ നിന്റെ തിന്മകൾ കൊണ്ട് അതിപിശാചാകാനാണ് ഒരുമ്പെടുന്നത്. നിന്നെ അതിമാനുഷ്യനാക്കാനുള്ള മാർഗങ്ങൾ ഇവയെല്ലാമാണ്: പിശാചിനാൽ മലിനമാക്കപ്പെടാതെയുള്ള ജീവിതം നയിക്കുക, അറിവ്, നന്മ, ജീവിതം ഇവയെല്ലാം ദൈവത്തിൻ്റെ ഭരണത്തിനായി വിട്ടുകൊടുക്കുക, ദൈവം തന്നിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള നന്മകൾ വളരെ വലുതാണ്. അനന്തതയിൽ നിന്ന് അല്പം കുറവ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പൂർണ്ണതയിലേക്കുള്ള വികാസത്തിൽ നിനക്ക് മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നു.
ആ കുട്ടികൾ ശരീരത്തിൽ മനുഷ്യരും ആത്മാവിൽ പരമബുദ്ധിയുടെ മക്കളും ആകുമായിരുന്നു. സാത്താൻ്റെ മേൽ അതിശക്തരായ വിജയികളാകുമായിരുന്നു. സാത്താൻ അവസാനമായി അവൻ്റെ സകല തിന്മകളോടും കൂടെ എളിമപ്പെടുത്തപ്പെടുന്ന സമയത്തിന് അനേകായിരം ശതവർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യമക്കൾ വലിയ ശക്തിയോടെ സാത്താൻ്റെ മേൽ വിജയം നേടുമായിരുന്നു.